എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഇഷ്ടത്തിന് ദൈവം വിടുകയില്ല. ദൈവത്തിൻ്റെ വിളി കേട്ടവനെ ദൈവം ആ നിലവാരത്തിൽ എത്തിക്കും. യോന ദർശനമുള്ളവനാണ്, കാഴ്ചപ്പാടുള്ളവനാണ്, ദൂത് കിട്ടിയവനാണ്. പക്ഷേ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി. എന്നാൽ കടലാനയുടെ വയറ്റിൽ അവൻ 3 ദിവസം കിടക്കേണ്ടതായി വന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സ്റ്റൊമക്കിൽ ഫുഡ് എന്നാൽ അത് നിമിഷങ്ങൾ കൊണ്ട് ദഹിച്ച് മാറും. ആസിഡ് നമ്മുടെ വയറ്റിലുണ്ട്. ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് 1000 മടങ്ങ് ആസിഡാണ് ഈ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. യോനായെ പോലുള്ളവർ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കത്തി തീർന്നേനെയും. എന്നാൽ യോനായെ കത്തിക്കുവാൻ തിമിംഗലത്തിന്റെ ആസിഡിന് കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവനൊരു മിനിസ്ട്രി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, നീ പരിശുദ്ധാത്മാവിലാണെങ്കിൽ നിന്നെ കത്തിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളത്രേ, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമത്രേ. ഒരു കൂട്ടർ കർത്താവിനെ തള്ളിക്കളയുമ്പോൾ അടിയൻ ഇതാ എന്ന് പറയുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രത്യേക അഭിഷേകം വ്യാപരിക്കുന്ന കാലമാണിത്. മണവാളന്റെ ആർപ്പ് വിളി കേൾക്കുമ്പോൾ നമുക്ക് മൗനമായിട്ടിരിക്കുവാനല്ല, ഈ ആർപ്പ് വിളി നിന്റെ വിളക്ക് തെളിയിച്ച് നീ എഴുന്നേൽക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാണ്.